ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് തഖ്വയുള്ള അടിമകളായി ജീവിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ശൂറ അതിലെ 39 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 40-41 വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാനൊന്ന് പാരായണം ചെയ്യാം, എല്ലാവരും അത് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجزاء سيئة سيئة مثلها فمن عفا وأصلح فأجره على الله إنه لا يحب الظالمين. ولمن انتصر بعد ظلمه فأولئك ما عليهم من سبيل. ഒന്നും കൂടി ശ്രദ്ധിക്കുക. وجزاء سيئة سيئة مثلها فمن عفا وأصلح فأجره على الله إنه لا يحب الظالمين. ولمن انتصر بعد ظلمه فأولئك ما عليهم من سبيل. ഇതാണ് 40-41 വചനങ്ങൾ. ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ. ആദ്യത്തതില് വജസാഉ എന്ന് പറയാൻ പാടില്ല. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിത്ലുഹാ. സയ്യിഅത്തുൻ
മിസ്ലുഹ അല്ല, അവിടെ സയ്യിഅത്തും മിസ്ലുഹ. മിസ്ലുഹ മിസ്ലുഹ എന്ന് പാരായണം ചെയ്യരുത്. മിസ്ലുഹ സയ്യിഅത്തും മിസ്ലുഹ അല്ല, മിസ്ലുഹ മിസ്ലുഹ. മിസ് അല്ല, മിസ്ലുഹ. ഫമൻ അഫ വ അസ്ലഹ. അസുലഹ പറയരുത്. അസ് അസ് വ അസ്ലഹ. വ അസുലഹ അല്ല, വ അസ്ലഹ. ഫ വ അസ്ലഹ. ഫ അജ് കണ്ടോ അവിടെ ഫ അജ്. അജ്റുഹു അല്ല, ഫ അജ്. അജ് അജ് എന്ന് തന്നെ പറയണം. ഫ അജ് അജ്റു അജ്റു. അജ്ർ അല്ല, അജ്റു. അജ്റുഹു അലല്ലാഹ് ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. ളാലിമീൻ അല്ല, ള എന്നതിന് മാത്രമേ ശ്രദ്ധുള്ളൂ, ലാമിന് ശ്രദ്ധില്ല. അല്ലാലിമീൻ. അല്ലാലിമീൻ അല്ല, അല്ലാലിമീൻ. ഓക്കെ. അടുത്തത് വലമനിന്തസറ. വലി അല്ല, വല. വലമനിന്തസറ ബഅദ ബഅദ ളുൽമിഹി ഫഉലൈക മാ അലൈഹിം മിൻ സബീൽ. മിൻ സബീൽ. മിനസ് സബീൽ അല്ല, മിൻ സബീൽ. ഓക്കെ. ഇതാണ് ഈ ആയത്തിൽ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് അതിന്റെ അർത്ഥം എന്താണ് എന്ന് നോക്കാം. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. ഒരു തിന്മക്കുള്ള പ്രതിഫലം അതുപോലുള്ള ഒരു തിന്മ തന്നെയാകുന്നു. എന്നാൽ ആരെങ്കിലും മാപ്പ് നൽകുകയും രഞ്ജിപ്പുണ്ടാക്കുകയും ആണെങ്കിൽ അവനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ ബാധ്യതയിലാകുന്നു. തീർച്ചയായും അവൻ അക്രമം പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ അവസാനമായി പഠിച്ചത് വല്ലദീന ഇദാ അസ്വാബഹുമുൽ ബഗ്യു ഹും യന്തസിറൂൻ അല്ലെ, വിശ്വാസികളുടെ 10 ഗുണങ്ങൾ. അവരുടെ ഗുണങ്ങളിൽ അവസാനമായി നമ്മൾ 10 ഗുണങ്ങളിൽ പറഞ്ഞ അവസാനം, അവരെ ഒരാൾ ആക്രമിക്കുകയാണെങ്കിൽ വല്ല മർദ്ദനവും നേരിട്ടാൽ രക്ഷാ നടപടി സ്വീകരിക്കുന്നവരായിരിക്കും എന്നാണ് നമ്മൾ അവസാനം പറഞ്ഞത്. അതിന്റെ ഒരു വിശദീകരണമാണ് തൊട്ട് 40-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്. അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികാര നടപടി സ്വീകരിക്കും എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? അതിനുള്ള ഒരു കാരണമായി അള്ളാഹു പറയുന്നത്, ഒരു തിന്മക്കുള്ള പ്രതിഫലം അതുപോലുള്ള ഒരു തിന്മയാകുന്നു. എന്നാൽ ആരെങ്കിലും മാപ്പ് നൽകുകയും രഞ്ജിപ്പുണ്ടാക്കുകയുമാണെങ്കിൽ അവനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ ബാധ്യതയിലാകുന്നു. തീർച്ചയായും അവൻ അക്രമം പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ ഇനി അതിന്റെ വാക്കർത്ഥങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ജസാ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ പറയാറുണ്ട് ജസാക്കുമുല്ലാഹു ഖൈറ എന്നൊക്കെ പറയാറുണ്ട്. അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ. ശരി, ജസാഉൻ എന്ന് പറഞ്ഞാൽ ജസാ യജ്സി ജസാഉൻ, പ്രതിഫലം എന്നാണ് അർത്ഥം. സയ്യിഅത്തുൻ എന്ന് പറഞ്ഞ തിന്മ, കുറ്റം എന്നൊക്കെയാണ് അർത്ഥം. വജസാഉ സയ്യിഅത്തിൻ, ഒരു തിന്മക്കുള്ള, ഒരു തെറ്റിനുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ സയ്യിഅത്തുൻ മിസ്ലുഹ. സയ്യിഅത്തുൻ നമ്മൾ പറഞ്ഞു തിന്മ, തെറ്റ്. മിസ്ലുഹ എന്ന് പറഞ്ഞാൽ മിസ്ല എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ്. മിസ്ലുഹ എന്ന് പറഞ്ഞാൽ അതുപോലുള്ളത്. അതുപോലെ എന്ന് പറഞ്ഞാൽ തിന്മ പോലെ. ആദ്യം ചെയ്ത ആൾ എന്ത് തിന്മയാണോ തെറ്റാണോ ചെയ്തത്, അക്രമമാണോ ചെയ്തത്, അതുപോലുള്ള അക്രമം തന്നെയാകുന്നു. അതുപോലെ തിരിച്ച് പ്രതികാരം സ്വീകരിക്കലാകുന്നു ഒരു തിന്മക്കുള്ള പ്രതിഫലം എന്നും പറഞ്ഞാൽ. എന്നാലോ ഫമൻ, എന്നാൽ ഒരുത്തൻ, അഫാ അവൻ മാപ്പ് നൽകി. ഫമൻ അഫാ
അവൻ മാപ്പു നൽകിയാൽ, വ അസ്ലഹ നന്നാക്കുകയും ചെയ്താൽ. അസ്ലഹ യുസ്ലിഹു എന്ന് പറഞ്ഞാൽ ഇസ്ലാഹ് നന്നാക്കൽ. അസ്ലഹ എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു പദമാണ്. വ അസ്ലഹ അവൻ നന്നാക്കുകയും ചെയ്താൽ ഫഅജ്റുഹു അജ്റുഹു അജ്റുൻ എന്ന് പറഞ്ഞാൽ ഫഅജ്റുഹു അപ്പോൾ അവന്റെ പ്രതിഫലം, അപ്പോൾ അജ്റുൻ പ്രതിഫലം, അജ്റുഹു അവന്റെ പ്രതിഫലം അലല്ലാഹ് അല്ലാഹുവിന്റെ മേലാകുന്നു. അപ്പോൾ ഒരാള് അക്രമം ചെയ്തു, അതിനുള്ള യഥാർത്ഥത്തിലുള്ള പ്രതികാര നടപടി എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ഒരു തെറ്റ് അവന്റെ മേലും ചെയ്യലാകുന്നു. എന്നാൽ ആ തെറ്റിന് നേരെ ഒരാൾ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ, കാര്യങ്ങൾ നന്നാക്കുകയാണ് ചെയ്യുകയും ചെയ്താൽ ഫഅജ്റുഹു അപ്പോൾ അവന്റെ പ്രതിഫലം അലല്ലാഹ് അല്ലാഹുവിന്റെ മേലാകുന്നു. ഇന്നഹു നിശ്ചയമായും അവൻ ലാ യുഹിബ്ബു അഹബ്ബ യുഹിബ്ബു ഇഷ്ടപ്പെട്ടു, ലാ യുഹിബ്ബു ഇഷ്ടപ്പെടുകയില്ല, അല്ലാലിമീൻ അക്രമികളായ ആളുകളെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ എന്താണ് ഒന്നുകൂടി നമുക്ക് നോക്കാം. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ ഒരാൾക്കെതിരിൽ ഒരു അക്രമം ചെയ്താൽ ആ അക്രമം ചെയ്ത ആളോടുള്ള പ്രതികാര നടപടി എന്ന് പറഞ്ഞാൽ അതുപോലുള്ളത് തന്നെ ആ അക്രമിയുടെ മേലും ചെയ്യലാകുന്നു, അക്രമിയോടും സ്വീകരിക്കലാകുന്നു. ഇനി അക്രമിക്കപ്പെട്ട ആൾ അക്രമിച്ച ആൾക്ക് മാപ്പ് കൊടുക്കുകയും ആ കാര്യങ്ങൾ നന്നാക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അപ്പോൾ അവന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കലാകുന്നു, അള്ളാഹുവിന്റെ ബാധ്യതയാകുന്നു അവൻ അതിനുള്ള പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞാൽ ഇന്നഹു ലാ യുഹിബ്ബുല്ലാലിമീൻ അക്രമകാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി 41-ാമത്തെ ആയത്തിന്റെ വിശദീകരണവും കൂടി അർത്ഥവും കൂടി നമ്മൾ പറഞ്ഞതിന് ശേഷം നമുക്ക് മൊത്തത്തിൽ 2 ആയത്തിന്റെയും വിശദീകരണം ഒരുമിച്ച് പറയാം. എന്താണ് 41-ാമത്തെ ആയത്ത്? വലമൻ തസറ ബഅദ ദുൽമിഹി ഫഉലൈക മാ അലൈഹിം മിൻ സബീൽ. 41-ാമത്തെ ആയത്തിന്റെ അർത്ഥം എന്താ? താൻ മർദ്ദിക്കപ്പെട്ടതിന് ശേഷം വല്ലവനും രക്ഷാ നടപടി സ്വീകരിക്കുന്ന പക്ഷം അത്തരക്കാർക്കെതിരിൽ കുറ്റം ചുമത്താൻ യാതൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞാൽ, ഒരാളെ ആക്രമിച്ചു, ആ ആക്രമിക്കപ്പെട്ട വ്യക്തി അക്രമിക്ക് നേരെ രക്ഷാ നടപടി സ്വീകരിച്ചാൽ അത് തടയാൻ പോകരുത്. അത് അല്ലെങ്കിൽ ആ ആക്രമിക്കപ്പെട്ടവൻ അക്രമിക്ക് നേരെ രക്ഷാ നടപടി സ്വീകരിച്ചാൽ, പ്രതികാര നടപടി സ്വീകരിച്ചതിന്റെ പേരിൽ അവനെ ആക്ഷേപിക്കാൻ പാടില്ല എന്നാണ്. ആക്ഷേപിക്കുവാനോ അത് തടുക്കുവാനോ അതിന്റെ പേരിൽ അവനെ കുറ്റക്കാരനാക്കുവാനോ പാടില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഒന്നുകൂടി നോക്കൂ. വലമൻ തസറ ബഅദ ദുൽമിഹി തന്നെ ആക്രമിച്ചതിന് ശേഷം ആരെങ്കിലും പ്രതികാര നടപടി സ്വീകരിച്ചാൽ ഫഉലൈക മാ അലൈഹിം അക്കൂട്ടരുടെ മേലില്ല എന്ത്? മിൻ സബീൽ എന്ന് പറഞ്ഞാൽ സബീലുൽ മാർഗം, അതായത് ആ കുറ്റമാരോപിക്കുവാനുള്ള, കുറ്റം ചുമത്തുവാനുള്ള ഒരു മാർഗവുമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, വാക്കിന്റെ അർത്ഥം നോക്കൂ. വലമൻ ഒരുത്തനായാൽ, വലിമൻ അല്ല, വലമൻ ഒരുത്തനായാൽ, അവിടെ ലാമുൽ ഇബ്തിദാഇ അതൊക്കെ ഒരു വിശദീകരണമാണ്. ശരി, ഒരുത്തനായാൽ ഇൻതസറ വലമൻ ഇൻതസറ, വലമൻ ഇൻതസറ നല്ല ഓതേണ്ടത്. ഓതുമ്പോ വലമൻ ഇൻതസറ എന്നാണ് ഓതേണ്ടത്. ആരെങ്കിലും പ്രതികാര നടപടി സ്വീകരിച്ചാൽ ബഅദ ദുൽമിഹി, ബഅദ എന്ന ശേഷം, ദുൽമിഹി അവനെ ആക്രമിച്ചതിന് ശേഷം, ഒരാളെ ആക്രമിച്ചതിന് ശേഷം ആ ആക്രമിക്കപ്പെട്ട വ്യക്തി രക്ഷാ നടപടി സ്വീകരിച്ചാൽ ഫഉലൈക അപ്പോൾ അക്കൂട്ടർ മാ അലൈഹിം അവരുടെ മേലില്ല എന്ത്? സബീലുൻ മാർഗം. എന്ത് മാർഗം? അതായത് ആ ആളെ കുറ്റക്കാരനാക്കുവാനുള്ള ഒരു മാർഗവുമില്ല എന്നാണ് പറഞ്ഞതിന്റെ സാരം. ശരി, നോക്കൂ ഒന്നുകൂടും.
വലമൻ ഇൻതസറ ബഅദ ദുൽമിഹി ഫഉലൈക മാ അലൈഹിം മിൻ സബീൽ. താൻ മർദ്ദിക്കപ്പെട്ടതിന് ശേഷം വല്ലവനും രക്ഷാ നടപടി സ്വീകരിക്കുന്ന പക്ഷം അത്തരക്കാർക്കെതിരിൽ കുറ്റം ചുമത്താൻ യാതൊരു മാർഗവുമില്ല. അപ്പോ ഈ 2 ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത് 39ാമത്തെ ആയത്തിൽ പറഞ്ഞതിന്റെ ഒരു ചെറിയൊരു വിശദീകരണം, കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അള്ളാഹു ചെറിയൊരു വിശദീകരണം പറയാണ്. കാരണം 39ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് വിശ്വാസികൾ ആരായിരിക്കും, അവരെ ഒരാൾ ആക്രമിച്ചാൽ അവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നവരായിരിക്കും. അവിടെയും പറഞ്ഞു മാപ്പ് കൊടുക്കലാണ് ഉത്തമം. ഇനി 40-41 വചനത്തിൽ അള്ളാഹു പറയുന്ന കാര്യം എന്താണ്? ഒരാൾ ഒരാളെ ആക്രമിച്ചാൽ ശരിക്ക് അവന് കിട്ടേണ്ടത്, അക്രമിക്ക് കിട്ടേണ്ടത് ഏത് തരത്തിലുള്ള അക്രമമാണോ അവൻ ചെയ്തത് അതേപോലുള്ളത് തന്നെ അക്രമിക്ക് കിട്ടേണ്ടതുണ്ട്. കാരണം എന്താണ്? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് പ്രതികാര നടപടി സ്വീകരിക്കണം എന്ന് ഇസ്ലാം പറയാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 39ാമത്തെ ആയത്ത് വിശദീകരിച്ച സമയത്ത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രതികാര നടപടി എങ്ങനെ ആയിരിക്കണം എന്നതൊക്കെ നമ്മൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹു ഇവിടെ മറ്റൊരു കാര്യം അതിനോട് ചേർത്തുകൊണ്ട് വീണ്ടും പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഈ സൂറത്തിൽ തന്നെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. വിശ്വാസിയുടെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 36ാമത്തെ ആയത്ത് മുതൽ തന്നെ പറഞ്ഞു പോരുന്നത് എന്താണെന്നറിയോ? വിശ്വാസിക്കുള്ള ഗുണങ്ങളും അവന് എന്നെന്നും ബാക്കിയാകുന്ന കർമ്മങ്ങളും പരലോകത്ത് അവന് പ്രതിഫലം ലഭിക്കുവാനുള്ള കാരണങ്ങളെ കുറിച്ചുമാണ് പറഞ്ഞു വരുന്നത്. ആ കാരണങ്ങൾ പറഞ്ഞിടത്ത് വീണ്ടും അല്ലാഹു പറയാണ്, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു രംഗം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ അവന് അനുവാദമുണ്ട് എന്ത് തിരിച്ചു പ്രതികരിക്കാൻ. പക്ഷേ ഫമൻ അഫാ, ഇനി അവൻ വിട്ടുവീഴ്ച കൊടുക്കുകയാണ്, വഅസ്ലഹ, അവൻ ആ എല്ലാ കാര്യങ്ങളും നന്നാക്കി തീർക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഫഅജ്റുഹു അലല്ലാഹ്, വീണ്ടും അവന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കലാണ്. എല്ലാത്തിന്റെയും പ്രതിഫലം അള്ളാഹിന്റെ അടുക്കൽ തന്നെ അല്ലേ? ആണല്ലോ. ഇപ്പോ നോമ്പിനെ കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു പറഞ്ഞു എന്ത്? അസ്സൗമു ലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാകുന്നു, ഞാനാകുന്നു അതിന് പ്രതിഫലം കൊടുക്കുന്നത്. ബാക്കി എല്ലാ കർമ്മങ്ങളും ആർക്കുള്ളതാ? അള്ളാഹ്ക്കുള്ള തന്നെയാണ്. ബാക്കി എല്ലാ കർമ്മത്തിന്റെയും പ്രതിഫലം ആരാ കൊടുക്കുന്നത്? അള്ളാഹ് തന്നെയാണ്. പക്ഷെ അള്ളാഹു നോമ്പിന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്താണ്? നോമ്പിന്റെ അത്രയും പവിത്രത ഉണ്ട്. ഇവിടെ അള്ളാഹു പ്രത്യേകമായി വിട്ടുവീഴ്ച നൽകുന്ന, മാപ്പ് കൊടുക്കുന്ന, കാര്യങ്ങൾ നന്നാക്കി തീർക്കുന്ന ആളുകളെ അള്ളാഹു പ്രത്യേകം എടുത്തു പറയാൻ കാരണം അവർ അത്രയും വിശ്വാസത്തിന്റെ വിശാല മനസ്കത കൊണ്ടു നടക്കുന്നവരായതുകൊണ്ട് എല്ലാവരെ പോലെ അല്ല, അവരൊരു സ്റ്റേജ് മുകളിലായിരിക്കും. അതുകൊണ്ടാണ് ഫഅജ്റുഹു അലല്ലാഹ്, അവർക്കുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കലാണ്. എന്നാൽ ഒരാൾ അനുവാദം കൊടുത്ത കാര്യം, പ്രതികാര നടപടി സ്വീകരിക്കാൻ അനുവാദം കൊടുത്തു, എന്നാൽ ആ പ്രതികാര നടപടി സ്വീകരിക്കുന്നതിൽ കൂടുതലാവാൻ പാടുണ്ടോ? നേരത്തെ ആയത്ത് പറഞ്ഞു അതുപോലുള്ളതാണ്. ഒരടിയാണ് അടിച്ചതെങ്കിൽ ഒരടിയെ തിരിച്ചടിക്കാൻ പാടുള്ളൂ, 2 പറ്റൂല. അങ്ങനെ ഒരാൾ ചെയ്ത ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അക്രമി എന്നാണ്. 1ന് 2 കൊടുക്കുമ്പോ അവൻ അക്രമി എന്നാണ് പറഞ്ഞത്. 1ന് തിരിച്ചു കൊടുക്കൽ അനുവാദം പറഞ്ഞു, പക്ഷെ 1 അടിച്ചാൽ അത് മാപ്പ് കൊടുക്കൽ അപ്രിഷിയേറ്റ് ചെയ്തു അള്ളാഹു. ഇതാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇനി തിരിച്ചൊരാൾ അങ്ങനെ പ്രതികരിക്കുമ്പോ ആ പ്രതികരിച്ചവനെ കുറ്റം പറയാൻ പാടുണ്ടോ? പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് കുറ്റം പറയാം. കാരണം എന്താ? അവൻ കുറ്റാരോപിതനല്ല. ആക്രമിക്കപ്പെട്ടതിന്റെ പേരിൽ അത് പ്രതിരോധിക്കുക മാത്രമാണ്, അതിനോടുള്ള പ്രതികാര നടപടി സ്വീകരിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് അവൻ കുറ്റാരോപിതനല്ല എന്നീ കാര്യങ്ങളാണ് 40-41 വചനങ്ങളിൽ അള്ളാഹു പറയുന്നത്. ഇനി ഇതിന്റെ ചെറിയ ഒരല്പം ചില വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. ഇതിന്റെ ആകത്തുക എന്താണെന്ന് അറിയാം. ആകത്തുക എന്ന് പറഞ്ഞാൽ പ്രതികാരമാവാം, അതായത് ചെയ്ത ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ,
ചെയ്തത് അക്രമത്തിന് തിരിച്ചു പ്രതികരിക്കാം, പ്രതികാരമാവാം, പക്ഷേ ക്ഷമയാണ് നല്ലത്. അതാണ് ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് എന്ന് പറയാൻ. ക്ഷമിക്കലാണ്, വിട്ടുവീഴ്ച നൽകലാണ്, കാര്യങ്ങൾ ചുറ്റുപാടുകളും അന്തരീക്ഷങ്ങളും നന്നാക്കി തീർക്കലാണ് നല്ലത്. എന്നാൽ അതിക്രമം അരുത്. പ്രതികാരമാവാം, ക്ഷമയാണ് നല്ലത്, അതിക്രമം അരുത്. അതായത് ചെയ്തതിനേക്കാൾ കൂടുതലായി തിരിച്ചടിക്കാൻ പാടില്ല. ഇത് പരിശുദ്ധ ഖുർആനിൽ ഈ കാര്യം വേറെയും ചില സൂറത്തുകളിൽ കാണാം. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. 2-ാമത്തെ അധ്യായം സൂറത്ത് ബഖറയിലെ 194-ാമത്തെ വചനത്തിൽ അശ്ശഹറുൽ ഹറാമു ബിശ്ശഹരിൽ ഹറാം വൽ ഹുറുമാതു ഖിസാസ് ഫമൻ ഇഅ്തദാ അലൈക്കും ഫഅ്തദൂ അലൈഹി ബിമിസ്ലി മാ ഇഅ്തദാ അലൈക്കും വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. ഈ സൂറത്തു ശൂറയിൽ പറഞ്ഞ സെയിം ആശയം തന്നെ മറ്റൊരു രൂപത്തിൽ അള്ളാഹു പറഞ്ഞു. വിലക്കപ്പെട്ട മാസത്തിലെ യുദ്ധത്തിന്, വിലക്കപ്പെട്ട മാസം എന്ന് പറഞ്ഞാൽ യുദ്ധം പാടില്ലാത്ത മാസമാണ്. ആ മാസത്തിൽ ഒരാൾ യുദ്ധം ചെയ്താൽ, ഒരാൾ തിരിച്ചുകൊണ്ട് ആക്രമിക്കാൻ വന്നാൽ വിലക്കപ്പെട്ട മാസത്തിൽ തന്നെ തിരിച്ചടിക്കാം. കാരണം ആക്രമിച്ച് എല്ലാവരും അക്രമി വന്നിട്ട് യുദ്ധം ചെയ്ത് ആളുകളെയൊക്കെ നശിപ്പിച്ച് കാര്യങ്ങളൊക്കെ നശിപ്പിച്ചു പോയിട്ട് ഷഹറുൽ ഹറാം കഴിയട്ടെ എന്ന് കാത്തു നിൽക്കണ്ട. വിലക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. ഇനി ഒരാൾ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ച് എന്ത് ചെയ്യാം? തിരിച്ച് പ്രതികരിക്കാം. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താണ്? വിലക്കപ്പെട്ട മറ്റു കാര്യങ്ങൾ ലംഘിക്കുമ്പോഴും അങ്ങനെ തന്നെ പ്രതിക്രിയ ചെയ്യേണ്ടതാണ്. അപ്രകാരം നിങ്ങൾക്കെതിരെ അതിക്രമം കാണിച്ചാലും, ഇതാട്ടോ വിഷയം, അതിക്രമം കാണിച്ചാലും അവൻ നിങ്ങളുടെ നേർക്ക് കാണിച്ച അതിക്രമത്തിന് തുല്യമായി അവന്റെ നേരെയും അതിക്രമം കാണിച്ചു കൊള്ളുക. കാണിച്ചതിന് തുല്യമായി ബിമിസ്ലിമാ ഇഅ്തദാ അലൈക്കും. ഇവിടെ പറഞ്ഞു സയ്യിഅത്തുൻ മിസ്ലുഹ, സെയിം ആശയം തന്നെ, അതിക്രമം ചെയ്തതിന് സമാനമായി. എന്നിട്ട് പക്ഷെ അള്ളാഹു വീണ്ടും എടുത്തു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കണം. അതേതാണ്? ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ളാലിമീൻ. അക്രമികൾ അള്ളാഹു ഇഷ്ടപ്പെടൂല. അക്രമം കാണിക്കരുത്, അതിക്രമം കാണിക്കാൻ പാടില്ല, ചെയ്തതിനപ്പുറത്തേക്ക് അതിര് കവിയാൻ പാടില്ല. എന്താണ് അള്ളാഹു പറയുന്നത്? നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. സഹോദരന്മാരെ, പലപ്പോഴും ഇസ്ലാമിനെ ആളുകള് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ചതാണ്, ഇസ്ലാം യുദ്ധമാണ്, മറ്റേതാ മറിച്ചതാന്നൊക്കെ വിശദീകരിക്കാം. യഥാർത്ഥത്തിൽ എല്ലാ മതഗ്രന്ഥങ്ങളിലും ഈ ആശയമുണ്ട്. യുദ്ധവും അക്രമത്തിനുള്ള പ്രതികാരവും പ്രതിരോധവും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, അവിടങ്ങളിലെല്ലാം കൃത്യമായ വഴി കാണിച്ചു തരികയാണ്, കൃത്യമായ വെളിച്ചം വീശാണ്. യുദ്ധത്തിൽ പോലും അനീതി കാണിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം അല്ലാത്ത മറ്റേത് മതത്തിനാ പറയാൻ പറ്റുക. യുദ്ധത്തിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? ഇന്നത്തെ യുദ്ധശാസ്ത്രം നമുക്കറിയാം, യുദ്ധതന്ത്രങ്ങൾ അല്ലെ, ഇന്നത്തെ ഒരു അവസ്ഥ നമുക്കറിയാം. യുദ്ധം ഏതൊക്കെ കോലത്തിലാണ്, എങ്ങനെയൊക്കെയാണ് തന്റെ ശത്രുവിനെ എങ്ങനെയൊക്കെയാണ് നശിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കണം. അവിടെയൊക്കെ കൃത്യമായ പ്രകാശമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഖുർആനിലെ ഈ ആയത്തൊക്കെ. ഇവിടെ പോലും അള്ളാഹു പറഞ്ഞു എന്ത്? നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എവിടെ തുറന്നു വിട്ടെടുക്കാണ്. ബലാത്സംഗം ചെയ്തിങ്ങ് പോരി, അല്ലെങ്കിൽ ഒക്കെ നശിപ്പിച്ചിങ്ങ് പോരി. ഇസ്ലാം അങ്ങനെ പറയുന്നില്ല. നോക്കൂ, നിങ്ങൾ എവിടെയായിരുന്നാൽ യുദ്ധമുഖത്ത് അക്രമിക്ക് നേരെ പ്രതികാരം സ്വീകരിക്കുന്നിടത്ത് പോലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ഒരു മതം ഇസ്ലാം അല്ലാതെ മറ്റേത് മതാണുള്ളത്. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നോക്കൂ, സൂറത്തുൽ ഹജ്ജ് 16-ാമത്തെ അധ്യായമാണ്. 16-ാമത്തെ അധ്യായത്തിലെ 126-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, നോക്കൂ, وَإِنْ عَاقَبْتُمْ فَعُوقِبُوا بِمِثْلِ مَا عُوقِبْتُمْ بِهِ وَلَئِنْ صَبَرْتُمْ لَهُوَ خَيْرٌ لِلصَّابِرِينَ. എത്ര ഭംഗിയുള്ള വചനമാണ്! നിങ്ങൾ ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ എതിരാളികളിൽ നിന്ന് നിങ്ങൾക്ക് നേരെയുണ്ടായ ശിക്ഷാ നടപടിക്ക് തുല്യമായ നടപടി നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. എത്ര പക്വമാണ് ഇസ്ലാമിന്റെ ആദർശം! ഇങ്ങോട്ട് ചെയ്തതിന്
അനുസരിച്ചു മാത്രം അങ്ങോട്ട് ചെയ്യുക. അങ്ങോട്ട് നേരിട്ട് പോയി ചെയ്യാൻ പറയുന്നില്ല. ഇനി ഒരാൾ അങ്ങോട്ട് ആക്രമിച്ചാൽ അവിടെ നിങ്ങൾ അതുപോലുള്ളത് മാത്രം സ്വീകരിച്ചു കൊള്ളുക. എന്നാലോ അള്ളാഹു അവിടെയും പറഞ്ഞു വിശ്വാസികളോട്, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിലോ അത് തന്നെയാണ് ക്ഷമാശീലർക്ക് കൂടുതൽ ഉത്തമമായിട്ടുള്ളത്. ഒരുപാട് പാഠങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നത്. പ്രതികാരമാവാം, ക്ഷമയാണ് നല്ലത്, അതിക്രമം അരുത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് യുദ്ധമുഖത്ത് മാത്രമൊന്നുമല്ല. നമ്മുടെ നിസ്സാരമായ പ്രതിഷേധങ്ങളിൽ പോലും സ്വന്തം ഭാര്യയോടും സ്വന്തം മക്കളോടും സ്വന്തം ഭർത്താവിനോടും സ്വന്തം കൂട്ടുകാരോടും കുടുംബക്കാരോടും ഒക്കെ ഈ കാര്യങ്ങൾ, ഈ നിയമങ്ങൾ അപ്ലിക്കബിൾ ആണ്. ഇത് നമ്മൾ വിചാരിക്കേണ്ട ഒരു വലിയ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ, രണ്ടാളുകൾ തമ്മിൽ ഘോരമായി അടി നടക്കുമ്പോൾ മാത്രം ഉണ്ടാവേണ്ടുന്നൊരു നിയമമാണ് ഇത്. നമുക്കെവിടെയും പാലിക്കാവുന്നതാണ്. എവിടെയും നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൽ അപ്ലിക്കബിൾ ആണ് ഈ ആയത്ത്. അതുകൊണ്ട് നമ്മൾ ചില പാഠങ്ങൾ ഈ ആയത്തുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തത്, പ്രതികാര നടപടിയും യഥാർത്ഥത്തിൽ സയ്യിഅത്ത് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. ഇവിടെ നോക്കൂ, ജസാഉ സയ്യിഅത്തിൻ, ഒരു തിന്മക്കുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ, പ്രതികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സയ്യിഅത്തും മിസ്ലുഹ, അവിടെ തിരിച്ചു ചെയ്യുന്നതിനെയും ഇസ്ലാം എന്തല്ല പറഞ്ഞത്? നന്മ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ കർമ്മത്തെ സയ്യിഅത്ത് എന്ന് തന്നെയാണ്, സയ്യിഅത്തും മിസ്ലുഹ, സയ്യിഅത്ത് എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷേ അനുവദിക്കപ്പെട്ടു എന്ന് മാത്രം. എന്താണ് കാരണം? തിരിച്ചക്രമിക്കപ്പെട്ടു എന്നതാണ് കാരണം. പക്ഷെ ഖുർആൻ പ്രയോഗിച്ചത് അവിടെയും ആ പ്രതികാര നടപടിയെയും സയ്യിഅത്ത് എന്ന് തന്നെയാണ്, തെറ്റ് എന്ന് തന്നെയാണ്. പക്ഷേ അത് എന്തല്ല? ആക്ഷേപാർഹമല്ല, കുറ്റം ചുമത്തപ്പെടുന്നതല്ല എന്നാണ് ഇവിടെ സയ്യിഅത്ത് എന്ന് 40-ാമത്തെ ആയത്ത് പറഞ്ഞ. നോർമലി പെട്ടെന്ന് സയ്യിഅത്ത് എന്ന് കേൾക്കുമ്പോൾ ഒരു തിന്മ, കുറ്റം രേഖപ്പെടുത്തുമെന്നാണ്, കുറ്റം അവൻ ആക്ഷേപിക്കപ്പെടും എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് 41-ാമത്തെ ആയത്തിൽ അവൻ ആക്ഷേപിക്കപ്പെടേണ്ടുന്നവനല്ല എന്ന് പ്രത്യേകമായി പറയാൻ കാരണം. രണ്ടാമത്തത്, പ്രതികാര നടപടി അക്രമിയിൽ ഒതുങ്ങുന്നതാവണം, നിരപരാധികളിലേക്ക് വഴിമാറാൻ പാടില്ല. പ്രതികാര നടപടി അക്രമികളിൽ ഒതുങ്ങണം, നിരപരാധികളിലേക്ക് വഴിമാറാൻ പാടില്ല. ഇവിടെ നമ്മൾ രാഷ്ട്രീയ കലാപങ്ങളും കൊലകളൊക്കെ ഇവിടെ യഥാർത്ഥത്തിൽ കൃത്യമായ ഒരു വെളിച്ചം കൊടുക്കുന്നുണ്ട് അവർക്കൊക്കെ. എന്താ ഉണ്ടാവില്ല നമ്മളെ നാട്ടിലൊക്കെ പലപ്പോഴും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ഒരു ചങ്ങാതി ഒരാളെ കൊല്ലും. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? ഈ കൊന്നവനെ അയക്കില്ല, അവര് ടാർഗറ്റ് ചെയ്യുക, വേറെ ഏതെങ്കിലും ഒരാളെ ടാർഗറ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ പ്രതികാരം നിരപരാധികളിലേക്ക് വഴിമാറും. ഒന്നും അറിയാത്ത, പ്രവാചകൻ പറഞ്ഞില്ലേ, അവസാന നാള് വരും, ആ നാളിൽ കൊല്ലുന്നവനറിയില്ല ഞാൻ ആരെയാണ് കൊല്ലാൻ പോകുന്നത്, എന്തിനാണ് കൊല്ലാൻ പോകുന്നത്. കൊല്ലപ്പെടുന്നവൻ അറിയില്ല എന്തിനാണ് എന്നെ കൊന്നത് എന്നറിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ നിസ്സാരമായ ഒരു കാര്യത്തിൽ പോലും ഒരാളുടെ വാപ്പക്ക് വിളിച്ചാൽ, പിതാവിനെ വിളിച്ചാക്ഷേപിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, സ്വന്തം മാതാപിതാക്കളെ ശപിക്കുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വഹൽ യൽഅനു റജുല വാലിദൈഹി, അല്ല പ്രവാചകരെ, ഒരാള് സ്വന്തം പിതാവിനെ ശപിക്കുമോ പ്രവാചകരെ? പ്രവാചകൻ പറഞ്ഞു, ഖാല നഅം യസുബ്ബു അബർ റജുലി ഫയസുബ്ബു അബാഹു വയസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു. ഒരാള് മറ്റൊരാളുടെ വാപ്പക്ക് പറയും, അപ്പൊ അവൻ എന്താ ചെയ്യാ? തിരിച്ചിങ്ങോട്ട് പറയും. ഒരാളുടെ ഉമ്മ പറയും, അപ്പൊ അവൻ എന്താ ചെയ്യാ? തിരിച്ചിങ്ങോട്ട് പറയും. അപ്പോ എന്താണ് അത്? സ്വന്തം പിതാവിനെ ശപിക്കും. എന്നാൽ മാതാപിതാക്കൾ ഈ മകൻ ചെയ്ത തെറ്റിന്, ശാപത്തിന്, ശപിക്കപ്പെട്ടതിന് അവര് ഉത്തരവാദിയാണോ? സ്വന്തം മക്കള് ചെയ്ത തെറ്റിന്
പിതാക്കൾ പാവം പിതാക്കളൊന്നും അറിയുന്നുണ്ടാവില്ല, അവരെയാണ് ഇവൻ ശപിച്ചത്. മക്കൾ അറിയുന്നുണ്ടാവില്ല, കുടുംബക്കാര് ഭാര്യ അറിയുന്നുണ്ടാവില്ല, സഹോദരിമാർ അറിയുന്നുണ്ടാവില്ല. ആങ്ങളമാര് ചെയ്ത തോന്നിവാസത്തിന് നേരെ പെങ്ങന്മാരെ നേരേക്ക് കയറുമ്പോ ഇവരറിയുന്നുണ്ടാവില്ല. അപ്പൊ പ്രതികാര നടപടി ഒരിക്കലും അക്രമിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല, അക്രമിയിൽ ഒതുങ്ങി നിൽക്കണം. അങ്ങനെ ഒതുങ്ങി നിന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ സാമൂഹികമായ സമാധാനം നഷ്ടപ്പെടും. അത് അക്രമം കൊണ്ട് പരന്നിട്ട് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും. അതുമാത്രമല്ല, ഒരിക്കൽ പോലും പിന്നെ ആ കാര്യങ്ങളെ നന്നാക്കി തീർക്കാൻ കഴിയില്ല എന്നതാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, ഒരിക്കലും പ്രതികാര നടപടി സ്വീകരിക്കുമ്പോൾ എന്താവാൻ പാടില്ല എന്നറിയോ? ശരീഅത്തിനെതിരാവാൻ പാടില്ല. ശരീഅത്തിനെതിരാവാൻ പാടില്ല. അതായത് ശരീഅത്ത് ചില വിഷയങ്ങൾ, ഇസ്ലാം ചില വിഷയങ്ങളെ പറ്റ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒരാളുടെ കുടുംബത്തിലെ ഒരാളെ പോയി വ്യഭിചരിച്ചു, നേരെ തിരിച്ച് അതിന് പ്രതികാരം അവന്റെ കുടുംബത്തിൽ പോയിട്ട് വ്യഭിചരിക്കാൻ പാടുണ്ടോ? പാടില്ല. ശരീഅത്തിനെതിരാ പ്രതികാര നടപടി അതേപോലുള്ളത് ചെയ്യാൻ പാടുണ്ടോ? ഇവിടെ അത് അപ്ലിക്കബിൾ അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദിൽ അമാനത ഇലാ മൻ ഇഅ്തമനക. നിന്നെ വിശ്വസിപ്പിച്ചേൽപ്പിച്ചവനിലേക്ക് അവന്റെ അമാനത്തിനെ നീ കൊടുത്തു വിട്ടണം. എന്നാൽ വലാ തഖുൻ മൻ ഖാനക, നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിക്കാൻ പാടില്ല. വഞ്ചന എന്നത് ശരീഅത്ത് നിരോധിച്ച. ഒരാള് നമ്മളെ വഞ്ചിച്ചു, അപ്പോ നമ്മൾ ഓനെ പോയി വഞ്ചിക്കാൻ പാടുണ്ടോ? ഇല്ല, വഞ്ചിക്കാൻ പാടില്ല. അപ്പം അതിന് അതേപോലെയുള്ള പ്രതികാര നടപടി ഇവിടെ ഒരിക്കലും എന്തല്ല, അപ്ലിക്കബിൾ അല്ല. നാലാമത്തത്, ഭരണാധികാരി സ്വീകരിക്കേണ്ടുന്ന ശിക്ഷാ നടപടികൾ വ്യക്തികൾ തമ്മിൽ കൈകാര്യം ചെയ്യാൻ പാടില്ല. ചില കാര്യങ്ങൾക്കുള്ള ശിക്ഷ അത് ഭരണാധികാരികളായിരിക്കും നടപ്പിൽ വരുത്തേണ്ടത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഖിസാസ്, അതായത് അതിനോടുള്ള പ്രതികാര നടപടി ഇന്നതാണല്ലോ, ആ തെറ്റ് ചെയ്തവനുള്ള ശിക്ഷ ഇന്നതാണ്, അതുകൊണ്ട് ഞാനങ്ങ് നടത്തിക്കളയട്ടെ, അല്ലെങ്കിൽ ഞങ്ങളങ്ങ് നടത്തിക്കളയട്ടെ, വേറെ ആരും നോക്കൂല, അതുകൊണ്ട് ഞങ്ങളങ്ങ് ചെയ്തേക്കട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ അതിന്റെ പരിണിത ഫലം നമ്മൾ കാണുകയും ചെയ്തതാണ്. അപ്പം ഭരണാധികാരികൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ശിക്ഷാ നടപടി വ്യക്തികൾ തമ്മിൽ കൈകാര്യം ചെയ്യാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം, രണ്ടുപേരും അന്യോന്യം പറഞ്ഞതിന്റെ കുറ്റം തുടക്കക്കാരനിൽ ചാർത്തപ്പെടും എന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പ്രതികാര നടപടി എന്ന് പറഞ്ഞില്ലേ, ഒരാളെ ചീത്ത പറഞ്ഞു, തിരിച്ചങ്ങോട്ട് പറയുന്നു. ആ പറഞ്ഞാൽ പ്രതികാരം ചെയ്ത, നേരത്തെ സയ്യിഅത്ത് എന്ന് തന്നെയാണ് ഉപയോഗിച്ചത്, തെറ്റ് എന്നല്ലേ പറഞ്ഞത്. ആ രണ്ട് തെറ്റുകളും ആരുടെ മേലേക്ക് പോകും? ആദ്യം ചെയ്ത തെറ്റുകാരന്റെ മേലേക്ക് തന്നെ പോകും. ആക്രമിക്കപ്പെട്ടവൻ ചെയ്ത പ്രതികാര നടപടിക്കുള്ള ശിക്ഷ എന്തുണ്ടാവില്ല? ആക്രമിക്കപ്പെട്ടവൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മുസ്തബാനു മാ ഖാല ഫഅലൽ ബാദിഉ മാ ലം യഅ്തദിൽ മദ്ലൂം. രണ്ടാളുകൾ തമ്മിൽ ചീത്ത പറഞ്ഞാൽ അതിന്റെ ശിക്ഷ ഒന്നാമത് പറഞ്ഞവനാണ്, രണ്ടെണ്ണത്തിന്റെയും ശിക്ഷ ഒന്നാമത് തുടക്കക്കാരനാണ് കിട്ടുക. എന്നാൽ ആക്രമിക്കപ്പെട്ടവൻ അതിര് വിട്ടിട്ടില്ലെങ്കിൽ, അതായത് അക്രമം ചെയ്യാൻ പാടില്ല, ആക്രമിക്കപ്പെട്ടവൻ തിരിച്ച് പ്രതികരിക്കുമ്പോ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ളാലിമീൻ എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ അതിക്രമം ചെയ്യാത്തിടത്തോളം കാലം തുടക്കക്കാരന് തന്നെയാകുന്നു അതായത് പ്രശ്നത്തിന് തുടക്കം കുറിച്ചവനാണ് രണ്ടിന്റെയും ശിക്ഷ വരുന്നത് എന്നതാണ്. ആറാമത്തെ കാര്യം, പ്രതികാര നടപടി അതേ രൂപത്തിലാകുമ്പോൾ പ്രതികാരവും, അധികമാകുമ്പോൾ അക്രമവും ആകുന്നു. അതാണ് ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ എന്ന് പറഞ്ഞത്. പ്രതികാര നടപടി അതേ അതേ രൂപത്തിൽ ആകുമ്പോൾ അത് ശരിക്കും പ്രതികാര നടപടി സ്വീകരിക്കും. എന്നാൽ അതിനേക്കാൾ അതിര് കവിയുമ്പോൾ അത് അക്രമം എന്ന രൂപത്തിൽ ആയി മാറുന്നു എന്നർത്ഥം. ഇനി അനുവദിക്കപ്പെട്ട പ്രതികാരം സ്വീകരിക്കുന്നതിൽ നിന്നും അന്യായമായി തടയാൻ പാടില്ല. അതായത് അനുവദിക്കപ്പെട്ട പ്രതികാരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരക്രമി ഒരാളെ ആക്രമിച്ചു, അപ്പോ ആക്രമിക്കപ്പെട്ടവൻ തിരിച്ച് പ്രതികരിക്കുമ്പോ അതിനെ അന്യായമായി തടയാൻ പാടില്ല. അത് എന്താകുമെന്ന് വെച്ചാൽ
അക്രമത്തിലേക്കോ അനീതിയിലേക്കോ വഴിമാറും. അതായത് അല്ലെങ്കിൽ വേറൊരു സമയത്തോ എന്ത് ചെയ്യും, പ്രതികാരം എന്നതിനപ്പുറത്തേക്ക് അതിക്രമം എന്നത് എന്ത് ചെയ്യും, മറ്റാളുകളും അതിലേക്ക് ഇടപെടാനും ഒരാള് തടയുന്നതും ഒരാള് കൂടെ കൂടുന്നതും ഒക്കെ ആയിട്ട് അവസാനം അതൊരു അക്രമത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഈ ആക്രമിക്കപ്പെട്ടവനോടുള്ള അനീതിയാകാനും അതിന് സാധ്യതയുണ്ട്. അതാണ് ഈ കാര്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഇനി അള്ളാഹു ഇവിടെ പ്രത്യേകമായി പ്രശംസിച്ച ഒരു കാര്യമാണ് ഫമൻ അഫാ വ അസ്ലഹ എന്നത്. ആരെങ്കിലും എന്ത് ചെയ്യുക, വിട്ടുവീഴ്ച നൽകുകയും നന്നാക്കുകയും ചെയ്താൽ എന്ന്. ഇപ്പോ നിങ്ങൾക്ക് കാണാം അള്ളാഹു പറഞ്ഞ ഒരു ഭാഗം ഏത്, ഇതാ വമൻ അഫാ വ അസ്ലഹ, വമൻ അഫാ വ അസ്ലഹ. ആ ഭാഗത്തിൽ അല്ലേ 40-ാമത്തെ ആയത്തിൽ നിങ്ങൾ കാണുന്നില്ലേ, ഫമൻ അഫാ വ അസ്ലഹ, ആരെങ്കിലും വിട്ടുവീഴ്ച നൽകുകയും നന്നാക്കുകയും ചെയ്താൽ. ഇപ്പൊ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രത്യേകമായി പ്രശംസിച്ച ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ഗുണമായിട്ട് ഖുർആൻ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞതായി നമുക്ക് കാണാം. പ്രവാചകൻ പറഞ്ഞു, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. വിട്ടുവീഴ്ച നൽകുമ്പോ നോർമലി നമ്മൾ വിചാരിക്കുന്നതാണ്, ഞാൻ ആകെ താഴ്ന്നു പോയി, ഞാന് ഒന്നും കൂടി ഒന്ന് ആ മോളിൽ കയറി പ്രതികരിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു, ഞാൻ ചെറുതായി പോയി എന്നൊക്കെ, അല്ലെങ്കിൽ അവൻ ചെറുതായി പോയി എന്നൊക്കെ പൊതുവെ തോന്നാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകമായി പറഞ്ഞത്, ഒരാൾക്ക് വിട്ടുവീഴ്ച നൽകുമ്പോൾ വർദ്ധിക്കുന്നത് ഇസ്സത്താണ്, പ്രതാപമാകുന്നു. അള്ളാഹു വർദ്ധിപ്പിക്കാതിരിക്കുകയില്ല. ഇസ്സത്തിന് വർധനവ് ആരാ കൊടുക്കുന്നതെന്നറിയോ? അള്ളാഹു ആണ്. ഓഫർ നൽകുന്നത് അള്ളാഹിന്റെ അടുത്തുനിന്നാണ്, വഞ്ചന ഉണ്ടാവില്ല. ഓഫർ നൽകുന്നത് അള്ളാഹു ആണ്. അത് ഒറ്റയടിക്ക് ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരില്ല. ചിലപ്പം വേറൊരു തരത്തിലായിരിക്കും അള്ളാഹു ആ ഇസ്സത്തിനെ വർദ്ധിപ്പിക്കുക, വേറൊരു നിലക്കായിരിക്കും, വേറൊരു പ്ലാറ്റ്ഫോമിൽ വെച്ചായിരിക്കും അള്ളാഹു എന്ത് ചെയ്യുക, നമ്മുടെ ഇസ്സത്തിനെ വർദ്ധിപ്പിക്കുന്നത്. വിട്ടുവീഴ്ച നൽകിയാൽ അള്ളാഹു അവന് പ്രതാപമല്ലാതെ ഇസ്സത്ത് അല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാം. ഇനി ഫമൻ അഫാ എന്ന് പറഞ്ഞതിന് ശേഷം വ അസ്ലഹ എന്നുകൂടി പറഞ്ഞത് നമുക്ക് കാണാം. അവിടെ അസ്ലഹ എന്ന് പറഞ്ഞതിന് 2 അർത്ഥം നൽകിയിട്ടുണ്ട്. ഒന്നാമത്തത് വ അസ്ലഹ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരാളെ ആക്രമിച്ചു, ഒരാളെ ചീത്ത പറഞ്ഞു, ഒരാളോട് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തു, എന്തെങ്കിലും ആവട്ടെ. അപ്പോ അവിടെ അഫു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഇന്നല്ലാഹ, അല്ലേ, നമ്മള് റമദാൻ മാസം ലൈലത്തുൽ ഖദർ കണ്ടാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കുമ്പോൾ എന്താ ചെല്ലേണ്ടത് നമ്മൾ പഠിച്ചിട്ടില്ലേ? ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ, അല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്. അഫൂ എന്ന് പറഞ്ഞാൽ മായ്ച്ചു കളയുന്ന, അതായത് അതിന്റെ കല പോലും അവിടെ ഉണ്ടാവില്ല. അപ്പൊ ഒരാളോട് എന്തെങ്കിലും ഒരു തരത്തിൽ ഇഷ്ടമല്ലാത്തത് ചെയ്താൽ അവന് അഫുവ് കൊടുക്കുക, വിട്ടുവീഴ്ച കൊടുക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ മനസ്സിന്ന് അത് പൂർണ്ണമായി വൈപ്പ് ഔട്ട് ചെയ്ത് കളയാന്നുള്ളതാണ്. പിന്നെ അത് അങ്ങനെ ചെയ്തിരുന്നു, എന്റെ കൂട്ടുകാരൻ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ള ഒരു പാട് ഹൃദയത്തിൽ തീരുണ്ടാവില്ല. അതാണ് യഥാർത്ഥത്തിൽ അഫു, അവിടെ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആകുമ്പോ ഒരു സഹോദരൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് ഏത് തരത്തിലുള്ളതായിരിക്കണം? പരസ്പരം സ്നേഹമുള്ളവനായിരിക്കണം. അപ്പോൾ അവിടെയാണ് ഇസ്ലാഹ് കടന്നു വരുന്നത്. അപ്പൊ തെറ്റ് ചെയ്ത ആളോടൊരു ഈർഷ്യത ഉണ്ടാവണം ശരിക്കും, പക്ഷെ ആ ഈർഷ്യത പോലും ഇല്ലാതെ നന്നാക്കി തീർക്കുക എന്നതാണ് പരിപൂർണമായി നല്ല അവസ്ഥയിലേക്ക് എത്തുക. അങ്ങനെ എത്തുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ അസ്ലഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം, വിശദീകരണം, അഫുവിന് ഏറ്റവും നല്ല രൂപത്തിൽ വിട്ടുവീഴ്ച, അത് ഏറ്റവും നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യണം. ഉദാഹരണത്തിന് കുറച്ച് ബാക്കി വെക്ക്, അല്ലെങ്കിൽ വിട്ടുവീഴ്ച അത് കുറച്ച് കൊടുക്കുക, ബാക്കി ഇങ്ങനെ പിടിച്ചു വെക്കുക.
അവന് അനുവാദമുണ്ട്. വിട്ടുവീഴ്ച എത്ര കൊടുക്കണം എന്നതൊക്കെ ആരിൽ സംക്ഷിപ്തമാണ്? അത് ആക്രമിക്കപ്പെട്ടവനിലാണ്. പക്ഷെ അവിടെ ഒരാൾക്ക് വിട്ടുവീഴ്ച കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ വിട്ടുവീഴ്ച നൽകുക, വിട്ടുവീഴ്ചയിൽ നന്നാക്കുക എന്നതാണ്. അതൊക്കെ ഭയങ്കര യോഗ്യത തന്നെയാണ്. ഭയങ്കര മാനസികമായ ഏറ്റവും ഉയർന്ന നിലവാരമാണ് രണ്ട് തരത്തിലുള്ളത്. ഇതൊക്കെ ഒറ്റയടിക്ക് പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അള്ളാഹു പറഞ്ഞത് ഫഅജ്റുഹു അലല്ലാഹ് എന്ന് പറയാൻ കാരണം. ഇതാണ് യഥാർത്ഥത്തിൽ വഅസ്ലഹ വമൻ അഫാ വഅസ്ലഹ എന്ന ആയത്തിന്റെ വിശദീകരണം. ശരി, ഇനി അവസാനമായി മനസ്സിലാക്കേണ്ടത് ഈ ആയത്തില് അള്ളാഹു മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന 3 കാര്യങ്ങളെ, അവസ്ഥകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ 3 അവസ്ഥകൾ അത് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന്, അത് എവിടെ കാണാന്നറിയോ? സൂറത്ത് ബഖറയിൽ അള്ളാഹു പറഞ്ഞതായി നമുക്ക് കാണാം. എന്താണ്? ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم. അതാണ് നമ്മുടെ വിഷയം. فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله إن الله سابق بالخيرات بإذن الله ذلك هو الفضل الكبير. അള്ളാഹു പറയാണ്, പിന്നീട് നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം തെരഞ്ഞെടുത്തവർക്ക് നാം വേദഗ്രന്ഥം അവകാശപ്പെടുത്തി കൊടുത്തു. നമ്മുടെ സബ്ജക്റ്റ് ഇവിടെയാണ്. 3 തരത്തിലുള്ള ആളുകൾ. ഒന്ന്, അവരുടെ കൂട്ടത്തിൽ സ്വന്തത്തോട് അന്യായം ചെയ്തവരുണ്ട്. അതാണ് സ്വന്തത്തോട് അന്യായം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അവർ അക്രമം ചെയ്ത ഒരു വ്യക്തി ഉണ്ടല്ലോ. രണ്ടാമത്തത് മധ്യമ നിലപാടുകാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്തതിന് സമാനമായ പ്രതികാരം സ്വീകരിക്കുന്ന ആളുകൾ, നല്ലത് മധ്യമ നിലവാരത്തിൽ ചെയ്യുന്ന ആളുകൾ. മൂന്നാമത്തത് എന്താണ്? ഇവിടെ നന്മയെ കുറിച്ചാണ് പറഞ്ഞത്, അവിടെ തിന്മയെ കുറിച്ചാണ് പറഞ്ഞത്. 2 വ്യത്യാസം, പക്ഷെ 3 സെയിം കാറ്റഗറിയാണ്. ഒന്ന് നന്മയുടെ കാറ്റഗറി, 2 തിന്മയുടെ. മൂന്നാമത്തെ ആൾ എന്താണ്? വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്. അവരിൽ അള്ളാഹുവിന്റെ അനുമതിയോടെ നന്മകളിൽ മുൻകടന്നവരും അവരിലുണ്ട്. അതുതന്നെയാണ് മഹത്തായ അനുഗ്രഹം. ഏത്? നന്മയിൽ മുൻകടക്കുക. അക്രമം ഒരാൾ ചെയ്തിട്ട് അവന് വിട്ടുവീഴ്ച കൊടുക്കുക, കാര്യങ്ങളെ നന്നാക്കി തീർക്കുക എന്നതാണ് ഏറ്റവും. അതുകൊണ്ടാണ് ഫഅജ്റുഹു അലല്ലാഹ്. ഇവിടെ അള്ളാഹു പറഞ്ഞു സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. അത് തന്നെയാണ് മഹത്തായ അനുഗ്രഹം എന്ന് പറയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വലിയ യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ കരടുകളിൽ നമ്മുടെ നിലപാടുകൾ എന്താണ്, ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ, ചെറിയ ചെറിയ പിണക്കങ്ങളിൽ, ചെറിയ ചെറിയ കുത്തുവാക്കുകൾ കേൾക്കുന്നതിൽ, അനിഷ്ടകരമായി കാണുന്നതിലൊക്കെ നമ്മുടെ നിലപാടുകൾ എന്താണ് എന്ന് നോക്കുകയും അവിടെ 2 ആയത്തിലും പറഞ്ഞതുപോലെ എന്ത് ആ കാറ്റഗറിയിലും അതേപോലെ തന്നെ എന്ന കാറ്റഗറിയിലും ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതൊരു സ്റ്റേജാണ്. ആ ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമുക്കത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത്രയും കാര്യങ്ങളാണ് സൂറത്തു ഷൂറയിലെ 40-41 വചനങ്ങളിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്നും കൂടിയും ആ ആയത്തുകളുടെ അർത്ഥം ഒന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. وجزاء سيئة سيئة مثلها فمن عفا وأصلح فأجره على الله إنه لا يحب الظالمين. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരണം കേട്ടതിന് ശേഷം ഇത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും.
ഒരു തിന്മക്കുള്ള പ്രതിഫലം അതുപോലുള്ള ഒരു തിന്മ തന്നെയാകുന്നു. എന്നാൽ ആരെങ്കിലും മാപ്പ് നൽകുകയും രഞ്ജിപ്പുണ്ടാക്കുകയുമാണെങ്കിൽ അവനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ ബാധ്യതയിലാകുന്നു. തീർച്ചയായും അവൻ അക്രമം പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. വലമൻ ഇൻതസറ ബഅദ ദുൽമിഹി ഫഉലൈക മാ അലൈഹിം മിൻ സബീൽ. താൻ മർദ്ദിക്കപ്പെട്ടതിന് ശേഷം വല്ലവനും രക്ഷാ നടപടി സ്വീകരിക്കുന്ന പക്ഷം അത്തരക്കാർക്കെതിരെ കുറ്റം ചുമത്താൻ യാതൊരു മാർഗവുമില്ല. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല സ്വഭാവ ഗുണത്തിന്റെ ഉടമകളായി അള്ളാഹു നമ്മളെ പരിവർത്തിക്കുമാറാവട്ടെ. ഖുർആൻ പഠിച്ച് ജീവിതത്തിന് കൺകുളിർമയായി അതിനെ സൂക്ഷിക്കുവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളിലും നമ്മുടെ മക്കളിൽ ഭാര്യമാരിലും ഇണകളിലും അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.